പരിശുദ്ധവും പരിപാവനവുമായ മുഹറം 10. ആ മുഹറം 10-ൽ ഈ ലോകത്ത് നടന്ന 15 അത്ഭുത സംഭവങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോവാണ്. അതോടൊപ്പം അലിയാരി തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, പരിശുദ്ധമായ മുഹറം 10-ന് ഈ സൂറത്ത് 100 വട്ടം ഒരാൾ ഓതിയാൽ ഉറപ്പായും ഫലം യുഅദ്ദിബുഹു അബദ, ഒരിക്കലും അള്ളാഹു അവനെ ശിക്ഷിക്കൂല എന്ന് അലിയാരി തങ്ങൾ പറഞ്ഞ ചെറിയ സൂറത്ത് ഏതാണ്? അതോടൊപ്പം ഈ ഒരു ചെറിയ ദിക്ർ ഇന്നത്തെ രാവിലോ പകലിലോ ഒരാൾ പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം മഹാരഥന്മാർ പറയുന്നു, ഒരു വർഷത്തെ ശർറ് അവനുണ്ടാകൂല എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം ആശൂറ മുഹറം 10-ൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അള്ളാഹു കേൾക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മിൽ പലരും നോമ്പുകാരാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. മുഹറം 10 നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ആശൂറ താസുആന്റെ പകലിലാണ് നോമ്പുകാരായിട്ട് നാം ഉള്ളത്. നാളെ പകൽ പരിശുദ്ധമായ ആശൂറ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി ഇൻഷാ അല്ലാഹ് മുഹറം 10-ൽ ഈ ദുനിയാവിൽ നടന്ന അത്ഭുതമായ 15 സംഭവങ്ങൾ ഏതൊക്കെയാണ്? അതോടൊപ്പം അലിയാരിതങ്ങൾ പഠിപ്പിച്ച ചെറിയ സൂറത്ത് ഏതാണ്? മഹാന്മാർ പഠിപ്പിച്ച ദിക്ർ ഏതാണ്? മുഹറം 10-ൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം 10 എന്താണ് അതിന്റെ പേര്? ആശൂറ. താസുആന്റെ പകലിലെ നാമുള്ളത് മുഹറം 9-ആണ്. ആശൂറ എന്ന് പറഞ്ഞാൽ അശറ 10, മുഹറത്തിന്റെ ആദ്യം 10-ാമത്തെ ദിനമായതുകൊണ്ടാണ് അതിന് ആശൂറ എന്ന പേര് വരാൻ കാരണമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. 15ഓളം സംഭവങ്ങൾ ഈ മുഹറം 10-ന് അള്ളാഹു അത്ഭുതകരമായി നടത്തിയെന്നാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, വിശദീകരിക്കാൻ സമയമില്ല. ചരിത്രം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹു ആരോഗ്യം ആഫിയത്തും തന്നാൽ നാളെ മുഹറം 10-ആണ്. ആ മുഹറം 10-ന്റെ പകലിൽ കർബല യുദ്ധ ചരിത്രം, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തൊക്കെ ചർച്ച ചെയ്ത മുഹറം 10-നാണ്. ആ കർബല യുദ്ധ ചരിത്രം നമുക്ക് നാളെ പാടി പറയണം. അള്ളാഹു അതിനെ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 15ഓളം സംഭവങ്ങൾ. 1, മുഹറം 10-ന് നടന്ന 15 സംഭവങ്ങൾ. ഒന്നാമത്തത്, അള്ളാഹു മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മലക്കുകളെയും സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. അതോടൊപ്പം ആദം നബിയെ ദുനിയാവിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും മുഹറം 10-നായിരുന്നു. 2 ആയില്ലേ? എണ്ണി പിടിച്ചോളി, പഠിച്ചു വെച്ചോളി. മൂന്നാമത്തെ മഹത്വം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ നിന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് മുഹറം 10-നായിരുന്നു. നാലാമത്തത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് മുഹറം 10-നാണ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും മുഹറം 10-നായിരുന്നു എന്ന് ഹദീസുകൾ കാണാം. എന്ത് ശ്രേഷ്ഠത നോക്കി! അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങൾ 15 സംഭവങ്ങളാണ്. അതുപോലെ അഞ്ചാമത്തത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകിയത് മുഹറം 10-നായിരുന്നു. ആറാമത്തത്, ഫിർഔൻ എന്ന് പറയുന്ന നരാധപനെ, അക്രമകാരിയെ നൈൽ എന്ന് പറയുന്ന നദിയിൽ മുക്കിക്കൊന്നത് അള്ളാഹു മുഹറം 10-നായിരുന്നു. അതോടൊപ്പം ഏഴാമത്തത്, മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശരീരം മുഴുവന് രോഗം ബാധിച്ച് നമുക്കറിയാം. പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ വെന്തുരുകിയ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. ആ അയ്യൂബ് നബിയുടെ രോഗം മാറിയത് മുഹറം 10-നായിരുന്നു. അതോടൊപ്പം എട്ടാമത്തത്, മഹാരഥന്മാർ പറയുന്നു, യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. യൂസുഫ് നബിയെ നഷ്ടമായപ്പോൾ കരഞ്ഞു ആ കാഴ്ചയ്ക്ക് തിരിച്ചു കൊടുത്തത് മുഹറം 10-നായിരുന്നു. ഒൻപതാമത്തത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈഖ ബീബി ചരിത്രം നമുക്കറിയാം. സുലൈഖ ബീബി യൂസുഫ് നബിയെ പിടിക്കാൻ ശ്രമിച്ചു. രാജാവ് കണ്ടുകൊണ്ടുവന്നു, നേരെ ജയിലിലിട്ടു. ആ ജയിലിൽ നിന്ന് അള്ളാഹു മോചനം കൊടുത്തത് മുഹറം 10-നായിരുന്നു. 10-ാമത്തെ നേട്ടം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയ ചരിത്രം നമുക്കറിയാം. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നായിരുന്നു. 11-ാമത്തത്, റൂഹുല്ലാഹി ഈസാ നബിയുടെ ജനനം മുഹറം 10-നായിരുന്നു. അതോടൊപ്പം 12-ാമത്, മഹാരഥന്മാർ പറയുന്നു, ഈസാ നബിയും ഇദ്രീസ് നബിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകന്മാരാണ് ഇദ്രീസ് നബിയും ഈസാ നബിയും. ഇവ 2 പ്രവാചകന്മാരെയും ആകാശത്തിലേക്ക് അല്ലാഹു ഉയർത്തിയത് മുഹറം 10-നായിരുന്നു. അതോടൊപ്പം 13-ാമത്, ലോകമടക്കി ഭരിച്ച പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് അധികാരം അല്ലാഹു കൊടുത്തത് മുഹറം 10-നായിരുന്നു. 14-ാമത്തത്, ലോകത്ത്
ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നായിരുന്നു. ലോകത്താദ്യമായി റഹ്മത്ത് അല്ലാഹ് ഇറക്കിയത് മുഹറം 10-നായിരുന്നു. ഇങ്ങനെ 15ഓളം അത്ഭുതത്തിന്റെ ചരിത്രങ്ങൾ നടന്നത് ഈ പരിശുദ്ധമായ നാളെ നമ്മിലേക്ക് സമാഗതമാകുന്ന മുഹറം 10-നായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തു ചോദിച്ചാലും തരുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ മുഹറം 10 നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, മുഹറം 9-ന്റെ നോമ്പുകാരാണ് നമ്മൾ. ഇനി നാളെ മുഹറം 10 നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളതാണ്. മുഹറം 10-ന്റെ നോമ്പെടുക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തുതരുമെന്നാണ്. മുഹറം 10-ന് നോമ്പെടുത്താൽ, മുഹറം 10-ന് നോമ്പെടുത്താൽ ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു തരും. അതോടൊപ്പം മഹാന്മാർ രേഖപ്പെടുത്തുന്നു 60 വർഷം നോമ്പെടുത്ത കൂലിയുണ്ട്. 60 വർഷം നോമ്പെടുത്ത കൂലിയുണ്ട്. അതോടൊപ്പം 70 തവണ ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലിയുണ്ട്. ആലോചിച്ച് നോക്കിയേ, ആലോചിക്കണം. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, എന്തോന്ന് ഉസ്താദ് ഈ പറയുന്നത്, 70 ഹജ്ജ് മക്കയിലും മദീനയിലും ത്യാഗം ചെയ്ത് പോയി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജിന് പോയിട്ട് വന്ന ആളിന് തുല്യമാവുമോ ഈ ഒരു നോമ്പെടുത്താൽ? നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്കൊരു 10, അതായത് പരീക്ഷയിൽ മാർക്ക് ജയിച്ചാൽ നമ്മളൊരു കുട്ടിയോട് പറയാണ്, നീ ഇതിൽ A+ ജയിച്ചാൽ, A+ വാങ്ങിയാൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യും? 10 സ്വർണ്ണ നാണയം തരും. 10 സ്വർണ്ണ നാണയം തരും. മറ്റൊരാൾക്ക് അതുപോലെ വേറൊരാൾ പറയാണ്, നിനക്ക് 10ാം ക്ലാസ്സിൽ ഫുള്ള് മാർക്ക് മേടിച്ചാൽ 100 വെള്ളി നാണയം തരും. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ പറഞ്ഞ രണ്ടും വലിപ്പത്തിൽ വെള്ളിയാണെങ്കിലും എണ്ണത്തിൽ വെള്ളിയാണ് കൂടുതലെങ്കിലും വലിപ്പത്തിൽ എന്താണുള്ളത്? മനസ്സിലായില്ലേ? 10ാം ക്ലാസ്സിൽ നമ്മുടെ മക്കൾ ജയിച്ചപ്പോ 2 മക്കളുണ്ട്, രണ്ടുപേരും 10ാം ക്ലാസ്സിന്. ഒരാളോട് പറഞ്ഞു, എടാ നീ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ 10 സ്വർണ്ണ നാണയം തരാം. ഒരാളോട് പറഞ്ഞു, നിനക്ക് 50 വെള്ളി നാണയം തരാം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചാൽ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഏതാണ്? വെള്ളിയാണ്. പക്ഷെ വിലയും വലിപ്പവും ഏതാണ്? സ്വർണത്തിനാണ്. അതുപോലെ നമ്മൾ കരുതിയാൽ മതി. അള്ളാഹു ഈ പ്രതിഫലങ്ങളൊക്കെ തരും, അൽഹംദുലില്ലാ. അപ്പൊ മുഹറം 10-ന്റെ നോമ്പ് നമ്മൾ എടുക്കുക. രണ്ടാമത്തത്, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് കുടുംബത്തിൽ വിശാലത ചെയ്യുക. മഹാനതനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മുഹറം 10-ന്റെ എന്ന കുടുംബത്തിൽ വിശാലത നൽകിയാൽ, പാപ്പമാരെ, കുടുംബത്തിൽ സാധാരണ പച്ചക്കറി മീനൊക്കെ നിങ്ങളെ മേടിക്കണേ, എന്നാൽ അന്ന് പ്രത്യേകതരമായി സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കിൻ, വസ്ത്രം വാങ്ങിക്കൊടുക്കിൻ, ഭക്ഷണം വാങ്ങിക്കൊടുക്കിൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകപരമായി എന്തെങ്കിലും കുടുംബത്തിൽ നിങ്ങൾ വിശാലത ചെയ്താൽ 1 വർഷം നിങ്ങളുടെ സമ്പത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് വിശാലത തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മൂന്നാമത്, ഞാൻ വേഗം പറഞ്ഞു പോകണം, എന്താണെന്നറിയോ? കുറഞ്ഞ സമയം നമുക്കുള്ളൂ. വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന സമയം കളയുന്നില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞ് വേഗം പോകുന്നത്. മൂന്നാമത്തത്, സ്വതക്ക അധികരിപ്പിക്കുക. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. മുഹറം 10-ന് സ്വതക്ക കൊടുത്തിട്ട് അള്ളാഹു സ്വർഗത്തിൽ സമ്മാനം കൊടുത്ത ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. സമയം വളരെ കുറവാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സ്വതക്കകൾ അധികരിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് പരിശുദ്ധമായ മുഹറം 10. നാലാമത്തത്, ദിക്റുകൾ, ഖുർആനിക പാരായണങ്ങൾ അധികരിപ്പിക്കുക. യാസീൻ ഓതുക, മഗ്‌രിബ് കഴിഞ്ഞ് വാഖിഅ ഓതുക, സൂറത്തുൽ യാസീൻ ഓതുക, അതുപോലെ നമ്മൾ മുൽക്ക് ഓതുക, ഖുർആൻ പാരായണങ്ങൾ സൂറത്തുകൾ പാരായണം ചെയ്യുക. അതോടൊപ്പം മഹാന്മാർ പറയുന്നു, അഞ്ചാമത്തത്, പ്രാർത്ഥന അധികരിപ്പിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയ രാവാണ് മുഹറം 10-ന്റെ രാവ്. അള്ളാഹു രാവും പകലും ദുആക്ക് ഇജാബത്തുണ്ടെന്നാണ്. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. അത് ഒരുപാട് പ്രവാചകന്മാരുടെ ദുആ സ്വീകരിച്ചത് മുഹറം 10-നാണ്. നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാണ്. ആറാമത്, മുഹറം 10-ന്റെ രാവിനെ, അതായത് ഇന്നത്തെ രാത്രി നമ്മൾ പരിഗണിക്കുക. ദിക്റുകൾ, ഖുർആനുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, ഇൽമിന്റെ മജ്‌ലിസുകൾ, ദിക്റുകളൊക്കെ ചൊല്ലി ഇന്നത്തെ രാവിനെ പരിഗണിക്കുക. അതോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ, ഒരാൾ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നോ, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹ്. നമ്മൾ ഒരു സംഘത്തിൽ എന്ന് ചൊല്ലുമ്പോൾ ഹസ്ബുനല്ലാഹ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ചൊല്ലുന്നതെങ്കിൽ ഹസ്ബി അല്ലാഹ്, ഏതായാലും കുഴപ്പമില്ല, നമുക്കറിയാവുന്ന പോലെ ചൊല്ലിക്കോളി. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നോ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് 70 വട്ടം ചൊല്ലിയാൽ 1 വർഷം അവന് ബലാ മുസീബത്തുകളും ഇടങ്ങേറുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരൂല എന്ന് മഹാനന്ദന്മാർ. 70 വട്ടം. എത്ര സമയം വേണം? പകലും ചൊല്ലാൻ, രാത്രിയും ചൊല്ലാൻ 70 വെച്ച് ഒരു തടസ്സവും ഇല്ല, സമയം ഒട്ടും വേണ്ട. ഒന്നാമത്തെ ചൊല്ലാനുള്ള ദിക്റാണ്. മറ്റൊന്ന്, മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അറിവിന്റെ ആഴക്കടലാണ് മഹാൻ. ആ അലിയാര് തങ്ങൾ പറയാണ്, ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ പരിശുദ്ധമായ മുഹറം 10-ന്റെ രാവിലോ പകലിലോ 100 വട്ടം നിങ്ങൾ പൂർത്തിയാക്കിയാൽ, മഹാരഥൻ പറയുന്നു, നളറ റഹ്മാനു ഇലൈഹി, അവനിലേക്ക് അല്ലാഹു നോക്കും. അവനിലേക്ക് അല്ലാഹു
നോക്കും. വമൻ നളറ റഹ്മാൻ, ആരെയെങ്കിലും അല്ലാഹു നോക്കിയാൽ, അള്ളാന്റെ നോട്ടം ആർക്കെങ്കിലും കിട്ടിയാൽ, ലാ യുഅദ്ദിബുഹു അബദാ, അവൻ ഒരു പരാജയവും ഒരു സങ്കടവും ഒരു അദാബും ഒരു അക്രമവും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അല്ലാഹു കൊടുക്കൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്. മഹാരഥന്മാർ പറയുന്നു അത് ദുനിയാവിലും കിട്ടൂല, ആഖിറത്തിലും അല്ലാഹു ശിക്ഷിക്കൂല. എങ്ങനെ? 100 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, മുഹറം 10 രാവിലും പകലിലുമായിട്ട് എൻ്റെ ഉമ്മമാരെ 100 ഇഖ്ലാസ്. ഉസ്താദേ അശുദ്ധിയാണല്ലോ, ഓതാൻ പറ്റൂല. ഉമ്മമാരെ മോളി പറഞ്ഞ ദിക്ർ ചൊല്ലിക്കൊള്ളിൻ, അള്ളയല്ലേ നമുക്ക് പ്രതിഫലം തരുന്നത്, അള്ളാഹു അറിയാതിരിക്കില്ല. കൽബിൽ തട്ടി ഓതാൻ കഴിയുന്നവർ 100 ഇഖ്ലാസ് പൂർത്തിയാക്കി രാത്രി 50 ചൊല്ലാം, പകൽ 50 ചൊല്ലാം, അല്ലെങ്കിൽ 100ഉം പകൽ ചൊല്ലാം. കഴിയുന്നത് ഓതി തീർക്കിൻ. മുഹറം 10 രാവിലും പകലിലുമായി 100 ഇഖ്ലാസ് പൂർത്തിയാക്കിയാൽ 1 വർഷം അവൻ അള്ളാഹിന്റെ കാവലുണ്ട്. അള്ളാഹു അവൻ ഒരിക്കലും ആക്രമിക്കൂല, അവനെ ഉപദ്രവിക്കൂല, ഒരു അദാബും അള്ളാഹു കൊടുക്കൂല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്, ഇത്രമാത്രം പ്രതിഫലങ്ങൾ. അത് അറിയാവുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി മിസ്രിൽ രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആദം നബിയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ച് തൗബ സ്വീകരിച്ച് എന്താ പറഞ്ഞേ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. യൂസുഫ് നബി കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അങ്ങനെ തുടങ്ങിയുള്ള ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലാം. ഖുർആനിക പാരായണങ്ങൾ അധികരിപ്പിക്കാം, സ്വതക്കുകൾ അധികരിപ്പിക്കാം, കുടുംബത്തിൽ വിശാലത ചെയ്യാം, പിണക്കങ്ങൾ മാറ്റിൻ, കുടുംബബന്ധം ചേർക്കിൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കിൻ, തൗബ ചെയ്തു മടങ്ങിൻ, ദിക്റുകളിലായി ഇബാദത്തിലായി അള്ളാഹുവിന്റെ പ്രതിഫലം മുഴുവനും വാങ്ങിച്ചെടുക്കുവാൻ അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ കുറഞ്ഞ സമയമാണ് നമുക്ക് ആവശ്യമുള്ളൂ. വേഗം കേട്ട് അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോയും വൈകുന്നേരം മഗ്‌രിബ് അടുത്ത സമയത്ത് ദിക്ർ ദുആ മജ്‌ലിസിന്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അള്ളാഹു ആരോഗ്യം ആഫിയത്തും തന്നാൽ നാളെ പരിശുദ്ധമായ മുഹറം 10 പകലിൽ കർബല യുദ്ധ ചരിത്രം നമുക്ക് പാടി പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസുക്കും ബിദ്ദുആ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മജ്‌ലിസ് ഉണ്ട് രാത്രി 9 മണിക്ക്. ബദറിൻ തീരം ലൈവ് എന്ന യൂട്യൂബ് ചാനലാണ്. രണ്ടും നമ്മുടെ ചാനലാണ്. ആ ചാനലിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് കയറുക. മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്‌ലിസാണ്. ഈ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും ആ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. വിശാലമായിട്ടും മിമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കയറാം. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബും തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്‌ലിസാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.